ഇതൊരു ചരിത്രമാണ്. അതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ ഞാൻ ഈ ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലോകത്തിന്റെ മുന്നിൽ പലതും തെളിയിച്ചു കഴിഞ്ഞു ഈ ഒരു വിഷയത്തിലൂടെ. ഒരു സാധാരണ ഒരാൾക്ക് എന്തെങ്കിലും ഒരു അപകടം സംഭവിക്കുകയാണെങ്കിൽ ആ ആളുടെ പിന്നിൽ സകല ആളുകളും അണിചേരുന്ന് ഒരുപാട് ആളുകളെ ഓർമ്മപ്പെടുത്തിയ ഒരു വിഷയമാണിത്. നമ്മൾ ഈ വിഷയത്തിൽ ഞാൻ പറയുന്ന 4 കാര്യങ്ങൾ നമ്മൾ ഇതിൽ സമൂഹത്തിന് കാണിച്ചു കൊടുത്തു. അതിൽ ഫസ്റ്റ് കാര്യം, നമ്മൾ ഒരുപാട് വിഘടിച്ച് നിൽക്കുന്ന ഒരു സമൂഹമാണെന്ന് എൻ്റെ അഭിപ്രായം. ഞാൻ ഇതിലൊന്നും ആദ്യം ശ്രദ്ധിച്ചില്ലായിരുന്നു. ഞാൻ എൻ്റെ കച്ചവടം കാര്യങ്ങളായിട്ട് പോവുകയായിരുന്നു. ഇതിലിറങ്ങിയപ്പോഴാണ് മനസ്സിലായത് നമ്മൾ മതങ്ങളെ വേർതിരിച്ച് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കച്ചറ കൂടുന്ന ഒരു അതപ്പതിച്ച ഒരു സമൂഹമായിട്ട് എനിക്ക് തോന്നി. സത്യമാണ് അല്ലേ? മനാഫ് പറഞ്ഞത് സത്യം തന്നെയാണ്. എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും വർഗീയത പറയുന്ന കുറേ ആളുകൾ അല്ലേ? ഇപ്പം തന്നെ കണ്ടില്ലേ, ഇപ്പം മനാഫ് ഒരു മുസ്ലിം ആയതിൻ്റെ പേരിൽ മാത്രമായിരിക്കാം അർജുൻ്റെ കുടുംബം ഇപ്പം ഇത്രത്തോളം മനാഫിനെ തള്ളിപ്പറയുന്നതും കുറ്റപ്പെടുത്തുന്നതും അല്ലേ? മനാഫ് പറയുന്ന ആ വാക്കുകൾ കേട്ടാൽ തന്നെ, അദ്ദേഹം ചെയ്ത കാര്യങ്ങളൊക്കെ കേട്ടാൽ തന്നെ ആർക്കാണ് അദ്ദേഹത്തെ തള്ളിപ്പറയാനും അദ്ദേഹത്തിന് കുറ്റം പറയാനും തോന്നുക? ശരിയാണ്, നേരത്തെ മനാഫിനെ എല്ലാവരും തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മനാഫ് ഈ അർജുൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഊണും ഉറക്കും ഇല്ലാതെ മനാഫ് അർജുൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയും ചെയ്തിട്ടും അർജുൻ്റെ വീട്ടുകാർ പറയുന്ന ഓരോ വാക്കുകളും നമുക്ക് എന്താ പറയുക, ഉൾക്കൊള്ളാൻ കഴിയാത്ത അത്രയും വേദനാജനകമാണ്. അവരിപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ അവർക്ക് കിട്ടാത്തതൊക്കെ എന്താ പറയുക, മനാഫിന് കിട്ടുന്നത് കൊണ്ടുള്ള ചൊറിച്ചിലാണോ എന്താണെന്ന് അറിയില്ല. ഇപ്പോൾ അവർ പല രീതിയിലും മനാഫിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്. മനാഫ് യൂട്യൂബ് ചാനൽ തുടങ്ങി അങ്ങനെ അത് വെച്ച് പണം പിരിച്ചെടുക്കുകയാണ്. ഞങ്ങൾക്ക് ഈ പിച്ചക്കാശ് വേണ്ട, അവരുടെ ആ ഒരു അഹങ്കാരം നോക്ക്. അപ്പോൾ സർക്കാർ നൽകിയ ജോലിയിൽ അർജുൻ്റെ വൈഫിന് തുടരാം, അത് കുഴപ്പമില്ല, അത് ഇതായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. പക്ഷേ മറ്റുള്ളവർ കൊടുക്കുന്നത് പിച്ചക്കാശ് ഞങ്ങൾക്ക് ആവശ്യമില്ല, ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇതിൻ്റെ പുറകെ കൂടുതലായിട്ട് കളിക്കുന്നത് അർജുൻ്റെ അളിയനും സഹോദരിയാണ്. ഇതിന് പുറകെ കളിക്കുന്നത്. അർജുൻ്റെ വൈഫിനെ പോലും തെറ്റിദ്ധരിപ്പിച്ച് ഇതാക്കുകയാണ് ഇവർ ചെയ്യുന്നത്. എന്തിനാണ് ഇവർ ഇത്രയും ഇത് ഉണ്ടാക്കിയിട്ട്, പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് മനാഫിനെ ഇതിൽ നിന്നും എന്താ പറയുക, ആരുടെയൊക്കെയോ കളി പോലെയാണ് ഇതിൽ തോന്നുന്നത്. ഇതിൽ രാഷ്ട്രീയ കളികളാണോ അതോ ആരെങ്കിലുമൊക്കെ ഇവരെ കൊണ്ട് പറയിപ്പിക്കുകയാണോ എന്നാണ് ഇതിൽ നമുക്ക് തോന്നിപ്പോകുന്നത്. അത്രയും ഇതിൽ ഒരു എന്താ പറയുക, ഇപ്പോൾ കുറേ യൂട്യൂബേഴ്സ് ഇപ്പോൾ ഇവരെ വെച്ച് ഇത് ചെയ്യുന്നുണ്ട്, വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും ആളുകൾക്ക് ഇവരെ തെറ്റിദ്ധരിക്കണമെങ്കിൽ ഇവരുടെ ഭാഗത്തും തെറ്റുണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ എല്ലാവർക്കും ഇവരുടെ ഭാഗത്ത് നിൽക്കാൻ കഴിയാത്തത്. മനാഫിൻ്റെ ഭാഗത്ത് ഇത്രയും ആളുകൾ നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? മനാഫിൻ്റെ ഭാഗത്ത് ന്യായമുള്ളത് കൊണ്ടാണ് എല്ലാവരും മനാഫിൻ്റെ ഭാഗത്ത് നിൽക്കുന്നത്. പക്ഷേ ഇവർ ഒന്നടങ്കം മനാഫിനെ കുറ്റപ്പെടുത്തും തോറും അർജുൻ്റെ കുടുംബം എന്നുള്ള ഒരു സ്നേഹം പോലും ഇല്ലാതാവുകയാണ്. എന്താ പറയുക, ഓരോ കമൻസുകൾ എടുത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും. അർജുൻ ഈ കുടുംബത്തിൽ തന്നെ വന്ന് പറഞ്ഞല്ലോ, അർജുൻ മാത്രമാണ് ആ കുടുംബത്തിൽ മനുഷ്യപ്പറ്റ് ഉള്ളവർ എന്നൊക്കെയാണ് ഓരോ കമൻസും കാര്യങ്ങളും വരുന്നത്. അപ്പോൾ എന്തിനാണ് ഇവർ ഇത്രയും മനാഫിനെ ഇങ്ങനെ കുറ്റപ്പെടുത്തി മാറ്റി നിർത്തുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ശരിയാണ്, അദ്ദേഹം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി, അത് അർജുനെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള, അദ്ദേഹത്തിന് പറയാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. ആ യൂട്യൂബ് ചാനൽ പിടിച്ചിട്ടാണ് ഇവർ കയറിയിരിക്കുന്നത്. അതിൽ നിന്നും ഇപ്പം ഇത്രയും ഇപ്പം എന്താണ് ഇവരിപ്പം ഇങ്ങനെ പറയും തോറും പുള്ളിക്കാരൻ്റെ സബ്സ്ക്രൈബേഴ്സ് കൂടി വരികയാണ്. നേരത്തെ എന്താ പറയുക 20,000-30,000 സബ്സ്ക്രൈബേഴ്സ് ഉള്ളിടത്ത് ഇപ്പോൾ 1.5 ലക്ഷം 2 ലക്ഷത്തിൻ്റെ അടുത്ത് സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇവർ ഇങ്ങനെ പത്രസമ്മേളനം വിളിച്ച് ഇവർ മനാഫിനെ കുറ്റപ്പെടുത്തും തോറും മനാഫിൻ്റെ എന്താ പറയുക, മനാഫിൻ്റെ ഗ്രാഫ് ഉയർന്നു വരികയാണ്. അത് ഇവർക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോഴാണെങ്കിൽ സൈബർ ആക്രമണം എന്നൊക്കെ പറഞ്ഞിട്ട് അർജുൻ്റെ സഹോദരി കേസൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. യൂട്യൂബേഴ്സ് സൈബർ ആക്രമണം അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് കേസൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. എങ്ങനെ സൈബർ ആക്രമണം വരാതിരിക്കും അർജുൻ്റെ സഹോദരി? നിങ്ങൾ കാണിക്കുന്നതും അങ്ങനെയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇത് തോന്നുന്നുണ്ടെങ്കിൽ മനാഫുമായിട്ട് ചർച്ച ചെയ്ത് കാര്യങ്ങൾ പറയണമായിരുന്നു. ഇത് ഒരു സുപ്രഭാതത്തിൽ പത്രസമ്മേളനം വിളിച്ച് നിങ്ങൾ അദ്ദേഹത്തെ എന്താ പറയുക ഒന്നും അല്ലാതാക്കുമ്പോൾ ഈ കാണുന്ന ആൾക്കാരൊന്നും പൊട്ടന്മാരല്ല. ഈ കാണുന്ന ജനങ്ങൾക്ക്
നമുക്കൊക്കെ കുറച്ച് വിവരവും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അർജുൻ്റെ ആ ഒരു ഇത് കൊണ്ട് മാത്രമാണ് നിങ്ങളെ ആരും ഒന്നും ഇതുവരെ പ്രതികരിക്കാതിരുന്നത്. മനാഫിനെ നിങ്ങൾ ഒന്നും അല്ലാതാക്കുമ്പോൾ, ഇത്രത്തോളം അയാൾ ചെയ്തിട്ട് അവരെ ഒന്നും അല്ലാതാക്കി തീർക്കുമ്പോൾ ആർക്കാണെങ്കിലും സങ്കടം വരും. അതുപോലെ തന്നെ എന്താണ് അർജുനെ രക്ഷിക്കാൻ വേണ്ടി മാൽപേ ചെയ്ത കാര്യങ്ങളും അദ്ദേഹം എന്താ പറയുക, ഊണും ഉറക്കവും ഇല്ലാതെയാണ് അപ്പോഴിൽ മണിക്കൂറുകളോളം തെരച്ചിൽ നടത്തിയത്. അദ്ദേഹത്തിൻ്റെ പേരും ഇവർ എവിടെയും പറയുന്നത് കാണുന്നില്ല. ഒന്നോ രണ്ടോ ഇടത്ത് ഇങ്ങനെ എന്താ പറയുക, സാധാ രീതിയിൽ പറയുന്ന ഒരു രീതിയിലാണ് ഇവർ പറഞ്ഞു പോകുന്നത്. ഇത്രത്തോളം അവർ അർജുന് വേണ്ടി കഷ്ടപ്പെട്ടിട്ടും ഇവരിങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ അവരുടെ ആ ഒരു മാനസികാവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കൂ. അപ്പം മനാഫ് പറയുന്ന കുറച്ചും കൂടെ നമുക്ക് കേട്ടിട്ട് വരാം. അത് ഞാൻ ഒരാൾ മാത്രമല്ല, എൻ്റെ ടീമുള്ള മുക്കത്തുള്ള ആള് അടക്കമുള്ള ആളുകൾ, നമ്മളൊക്കെ ഒരു ഗ്രൂപ്പിലൊക്കെ ഉള്ള ആളുകളാണ്. നമ്മൾ ടീമൊക്കെ ഉണ്ടാക്കി സേവ് അർജുൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്ത വാക്ക് നമ്മൾ നിറവേറ്റി. അതിൻ്റെ പിന്നിൽ നഷ്ടങ്ങളുടെ കണക്ക് പറയേണ്ട ആവശ്യമില്ല, അത്രമാത്രം നഷ്ടങ്ങൾ ഉണ്ടായി. ഞാൻ ഇതിനെക്കാളും കുറച്ചും കൂടി ഗ്ലാമറുള്ള ആളായിട്ടോ അവിടുത്തെ വെയിൽ കൊണ്ടിട്ട് ഇങ്ങനെ ആയിപ്പോയത്. മൂന്നാമത് കുടുംബ ബന്ധം ഒരു പ്രതിസന്ധി. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലേക്കും ആ ദിവസം ഞാൻ പോകുമ്പോൾ ആദ്യ ദിവസം എൻ്റെ കൂടെ സ്ഥാപനം കൂട്ടിയിട്ട് വന്ന ആളുകളാണ് ഇപ്പൊ ലാസ്റ്റ് ആദരിച്ച അലിഫ് നിഷാം, അബ്ദുൽ വാലി എന്നൊക്കെ പറഞ്ഞ ആളുകൾ, അങ്ങനെ കുറെ എണ്ണം. അതായത് ഒരു പ്രശ്നം വരുമ്പോൾ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ അണുകുടുംബമായിട്ടും ഇതായിട്ടും ഓൻ്റെ പ്രശ്നവും ഓനെന്താ ആയിക്കോട്ടെ, നമ്മളെ എളാപ്പൻ്റെ മോനല്ലേ മൂത്താപ്പൻ്റെ മോനല്ലേ അങ്ങനെ പറഞ്ഞ് നമ്മൾ വിഘടിച്ച് നിൽക്കണോടത്ത് ഒരു കുടുംബം മൊത്തം എൻ്റെ പിന്നിൽ നിൽക്കുകയാണ്. അത് ഇന്നലെ എനിക്കുണ്ടായ പ്രശ്നം ആയിക്കോട്ടെ, സ്റ്റാർട്ടിങ് മുതൽ എന്തിനും, അല്ലാതെ ഈ സാധാരണക്കാരന് ഒരു ₹1 കോടി ടെഡ്ജർ കൊടുക്കാന്ന് ചങ്കൂറ്റത്തോട് കൂടി പറയണമെങ്കിൽ പിന്നിലൊരു കുടുംബമുണ്ട്. ധൈര്യത്തിൽ പറയാം, സപ്പോർട്ട്, ഒരു കുടുംബ സപ്പോർട്ട് എപ്പോഴും. നിങ്ങൾക്കൊക്കെ ജീവിതത്തിൽ പല പ്രയാസങ്ങളും വരുന്ന സമയത്ത് അത് നിങ്ങളെ കുടുംബത്തിലെ അംഗത്തിന് എന്താക്കണോ ഓടി ചേർത്ത് പിടിച്ചാൽ എന്ത് മനോഹരം ഉണ്ടാവും അറിയോ കുടുംബ ബന്ധങ്ങൾ. ഇപ്പം എന്താ പറയുക, അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഒരു തൊഴിലാളിയായിട്ടല്ല അർജുനെ കണ്ടിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു കൂടപ്പറപ്പായിട്ട് കണ്ടതുകൊണ്ടാണ് അദ്ദേഹം ഇത്രയും കഷ്ടപ്പെട്ടതും ഈ ഒരു എന്താ പറയുക ബോഡിയെങ്കിലും കുടുംബത്തിന് തിരിച്ചു കിട്ടിയതും. ആ ഒരു ചെറിയൊരു നന്ദിയെങ്കിലും തിരിച്ചു കാണിക്കണം എന്നാണ് എനിക്ക് അർജുൻ്റെ കുടുംബത്തോട് പറയാനുള്ളത്. ഇപ്പോൾ ഇതിൽ ഏറ്റവും വില്ലനായിട്ടുള്ളത് അർജുൻ്റെ അളിയനാണെന്ന് പറയുന്നുണ്ട്. ഞാൻ കുറേ കമൻസ് കണ്ടു, രാമായണത്തിലും അർജുൻ്റെ അളിയനാണ് അർജുന് വില്ലനായിട്ട് വരുന്നത് എന്ന്. അത് തന്നെയല്ലേ, മരിച്ചിട്ട് പോലും അർജുന് ആ കുഴിമാടത്തിൽ സമാധാനം കൊടുക്കില്ല എന്ന് പറയുമ്പോൾ എത്രമാത്രം ഇതാണെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. അർജുൻ മരിച്ചു കഴിഞ്ഞു, അവനക്ക് ആ മരണത്തിൽ ആ ഒരു ഇതെങ്കിലും അവനക്ക് സ്വസ്ഥത കൊടുക്കണ്ടേ കുടുംബക്കാർ. ഇവർ നിരന്തരം ഇങ്ങനെ ഓരോ ഇതുമായിട്ട് വരികയാണ്. മനാഫ് അങ്ങനെ ചെയ്ത്, മനാഫിൻ്റെ വളർച്ച കാണുമ്പോൾ ഇവർക്ക് സഹിക്കുന്നില്ല. എന്നാലും ഇത്രയ്ക്ക് മാത്രം കുശുമ്പും പുന്നായ്മയും ഉള്ള ആൾക്കാരാണോ അർജുൻ്റെ കുടുംബം എന്നാണ് ഞാൻ ആലോചിച്ച് പോകുന്നത്. എന്ത് തന്നെയാണെങ്കിലും ഇത് കുറച്ച് കടന്ന കൈ തന്നെയാണ്. ഇത്രത്തോളം ആരും അതപ്പതിക്കരുത്. അദ്ദേഹത്തെ എന്താ പറയുക, അദ്ദേഹത്തിന് നന്ദി വാക്കുകൾ പറഞ്ഞില്ലെങ്കിലും അദ്ദേഹത്തെ ഉപദ്രവിക്കാതിരിക്കുക. അദ്ദേഹം ചെയ്തത് ചെയ്തു, ഇത്രത്തോളം ഇതായില്ലേ. നിങ്ങൾ എന്ത് കുറ്റം പറഞ്ഞാലും അതിൻ്റെ കുറ്റം പറയുന്നതിൻ്റെ ഇരട്ടി ജനങ്ങൾ മനാഫിനെ സ്നേഹിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് മനാഫിനെ പറഞ്ഞിട്ട് കാര്യമില്ല. മനാഫിനെ അത്രത്തോളം ജനങ്ങൾ എന്താ പറയുക തോളിലേറ്റി കഴിഞ്ഞു, അത്രത്തോളം അദ്ദേഹത്തെ ആളുകൾ സ്നേഹിച്ചു കഴിഞ്ഞു. അപ്പോൾ നിങ്ങളോടുള്ള ആ ഒരു ഇത് ജനങ്ങൾക്ക് പോയി കഴിഞ്ഞു. ഇപ്പോൾ ജനങ്ങൾ മൊത്തം സ്നേഹിക്കുന്നതും ബഹുമാനിക്കുന്നതും മനാഫ് എന്നൊരു വ്യക്തിയാണ്. മനാഫ് അത്രത്തോളം അർജുന് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും അർജുനെ എന്താ പറയുക മനാഫിനെ എത്രത്തോളം സ്നേഹിക്കുന്നത്. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ നല്ലതായിരിക്കും. നിങ്ങൾ മനാഫിൻ്റെ കുറ്റം കണ്ടുപിടിക്കുന്ന സമയം കൊണ്ട് അദ്ദേഹം ചെയ്ത നന്മ പ്രവർത്തികളും പുണ്യപ്രവർത്തികളും കണ്ടുപിടിക്കുക. ശരിയാണ്, ഈ വന്ന കാലത്ത് നന്മ ചെയ്യുന്നതിനൊന്നും യാതൊരു പ്രസക്തിയില്ല. നമ്മൾ നന്മ ചെയ്തവർ ലാസ്റ്റ് ഒന്നുമല്ലാതെ കറിവേപ്പിലയാകും, അല്ലാത്തവർ എന്താ പറയുക വാനോളം ഉയർത്തപ്പെടും. എന്ത് തന്നെയാണെങ്കിലും ഇപ്പം മനാഫ് എന്തായാലും കറിവേപ്പിലയായില്ല. എല്ലാവർക്കും മനാഫിൻ്റെ സത്യസന്ധത മനസ്സിലായി. എല്ലാ ജനങ്ങളും മനാഫിൻ്റെ കൂടെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതിന് എന്തായാലും മനാഫ് ഇത്രത്തോളം കഷ്ടപ്പെട്ടതിന് എന്തായാലും മനാഫിനൊരു ബിഗ് സല്യൂട്ട്. അതുപോലെ തന്നെ അർജുൻ്റെ കുടുംബത്തിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിക്കോളൂ. കുറ്റപ്പെടുത്തും തോറും അദ്ദേഹത്തിൻ്റെ ഗ്രാഫ് കൂടി വരും. അല്ലാതെ
അല്ലാതെ നിങ്ങളെ ആരും വിശ്വസിച്ച് നിങ്ങളുടെ കൂടെ നിൽക്കില്ല. നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർ നിങ്ങളെപ്പോലുള്ള മനസ്സുള്ള ആളുകൾ മാത്രം നിങ്ങളുടെ കൂടെ നിൽക്കുള്ളൂ. അല്ലാതെ നല്ലത് മാത്രം പ്രവർത്തിക്കുന്നവർ, നല്ലത് ചെയ്യുന്നവർ, നല്ലത് മാത്രം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ മനാഫിൻ്റെ കൂടെ മാത്രമേ നിൽക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും സൈബർ ആക്രമണം അത് ഇതെന്ന് പറഞ്ഞൊക്കെ നിങ്ങൾ എന്താണ് കേസും ഇതൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന സമയം കൊണ്ട് നിങ്ങൾ മനാഫ് ചെയ്ത പുണ്യപ്രവർത്തികൾ കണ്ട് അദ്ദേഹത്തിനോട് ക്ഷമ ചോദിച്ച് ഇത് ചെയ്യാൻ നോക്കുക. അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള സ്നേഹവും ബഹുമാനം ജനങ്ങൾക്കും കൂടും. അല്ലാതെ നിങ്ങൾ പത്രസമ്മേളനം വിളിച്ചുകൂട്ടി മനാഫിനെ കുറ്റം പറഞ്ഞ് എന്താ പറയുക, അർജുൻ്റെ അടുത്ത് ഉള്ള ഒരു കാൽഭാഗം സ്നേഹം പോലും നിങ്ങൾക്ക് ഉണ്ടാവാത്ത അവസ്ഥയാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. അർജുനോടുള്ള സ്നേഹം പോലെ തന്നെ ഇപ്പോൾ മനാഫിനെയാണ് ആളുകൾ സ്നേഹിക്കുന്നത്. അർജുനെ എങ്ങനെയാണോ ജനങ്ങൾ സ്നേഹിച്ചത് അതുപോലെ തന്നെയാണ് ഇപ്പോൾ മനാഫിനെ ജനങ്ങൾ തോളിലേറ്റ് നടക്കുന്നത്. അപ്പോൾ അത്രത്തോളം മനാഫ് ഉയർന്നു കഴിഞ്ഞു. അപ്പോൾ എന്താ പറയുക, ഒരാൾ താഴ്ത്താനും ഉയർത്താനും നിമിഷങ്ങൾ മതി എന്ന് പറയുന്നത് പോലെ തന്നെ മനാഫ് ഈ ഒരു പുണ്യപ്രവൃത്തി കൊണ്ട്, ഒന്നുമല്ലാതിരുന്ന മനാഫ് ഈ ഒരു പുണ്യപ്രവൃത്തി കൊണ്ട് ഏതോ ഒരു ഇതിലെത്തി. ഇല്ല, എത്ര യൂട്യൂബേഴ്സ്, എത്ര ജനങ്ങൾ, എത്ര ആളുകൾ, എവിടെ കിടക്കുന്ന ആളുകളെല്ലാം മനാഫിനെ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു. അത് തന്നെ മനാഫിന് ജീവിതത്തിൽ എന്താ പറയുക, മനാഫിന് ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയൊരു പുണ്യം ഇത് തന്നെയാണ്, ഏറ്റവും വലിയൊരു പുണ്യം. അപ്പോൾ എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ എന്താ പറയുക, നമുക്ക് സന്തോഷമാണ്. ഒരു എന്താ പറയുക, മനാഫ് ഒരു മുസ്ലിമാണ്, അർജുൻ ഒരു ഹിന്ദുവാണ്, അതൊന്നും നോക്കാതെ വർഗീയത അതൊന്നും കാണിക്കാതെ മനാഫ് ചെയ്ത ആ ഒരു പുണ്യപ്രവൃത്തി അതൊരിക്കലും ആർക്കും മറക്കാൻ കഴിയില്ല. ഏറ്റവും വലിയൊരു പുണ്യപ്രവൃത്തി തന്നെയാണ് മനാഫ് ചെയ്തത്. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ടോപ്പിക്. പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.